ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാംസ് കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 66-ൻ്റെ 9-ാം വാക്യം. അവൻ നമ്മുടെ ജീവനെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെല്ലാം മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ, പൈശാചിക പദ്ധതികൾ അഴിയട്ടെ. റാഖബന ശന്തന റൂബൽ ഖമനഘടകസ്യ അന്തുന റിഗഷ്യ ധരാബഹസ്തിയ. യേശുവിൻ്റെ നാമത്തിൽ അനേക കുടുംബങ്ങളിൽ അതേ ഇന്ന് ജീവനില്ലാത്ത അവസ്ഥകൾ പുതുജീവൻ പകരട്ടെ. അതേ തകർന്ന് നിരാശയിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, സമാധാനമുണ്ടാകട്ടെ. ജോലി മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ, ഫൈനാൻസ് മേഖലകൾ തുറക്കപ്പെടട്ടെ. നിരാശയിലിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഭവനത്തിൽ കടന്നു വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദാമ്പത്തിക മണ്ഡലങ്ങളിൽ കലഹങ്ങളെ കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കുടുംബങ്ങൾക്ക് സമാധാനത്തെ കൽപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ജനത്തോട് ഇടപെടണം. അടിയനെ താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 66-9. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം നമ്മെ ജീവനോടെ പരിപാലിക്കുന്ന ദൈവമാണ്. ശത്രു നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മളെ തകർക്കുവാൻ അവൻ പല പദ്ധതികളും ആവിഷ്കരിച്ചു. എന്നാൽ ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ടാണ്, അവിടുത്തെ മഹാകരുണ കൊണ്ടാണ് നാം നിൽക്കുന്നത്. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ശക്തിയോ ബലമോ സമ്പത്തോ ആരാധനയോ ഒന്നുമല്ല. അവൻ്റെ കൃപ, അവൻ്റെ കാരുണ്യം, അവൻ്റെ മനസ്സലിവ്, അവൻ്റെ ദയ കൊണ്ട് മാത്രമാണ് അവൻ നമ്മെ ജീവനോടെ നിലനിർത്തുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അതിൻ്റെ 68-20 പറയുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നാം തകർന്നു പോകുമെന്ന്, ഇല്ലാതാകുമെന്ന് നമ്മുടെ രക്തബന്ധങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ്, നിൻ്റെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീ നശിച്ചു പോകുവാൻ, നീ ഇല്ലാതാകുവാൻ, നിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ, സുഹൃത്തുക്കൾ, രക്തബന്ധങ്ങൾ നീ നശിക്കുമെന്ന്, നീ ഇല്ലാതാകുമെന്ന് കാണുവാൻ സന്തോഷത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ കാലടികൾ വഴുതിപ്പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സു തകർന്നവനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. വഴുതുന്നവനെ രക്ഷിക്കുന്ന ദൈവമാണ്. തകർന്നിരിക്കുന്നവനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ നിരാശയിലിരിക്കുന്നവന് സമാധാനം നൽകുന്ന ദൈവമാണ്. അവൻ
തകർച്ചയുടെ കുടുംബത്തിന് അവൻ രക്ഷകനായി വരുന്ന ദൈവമാണ്. അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പ്രിയ സഹോദരി, നിൻ്റെ ഹൃദയ നുറുക്കങ്ങളെ, ഹൃദയവേദനകളെ അറിയുന്ന യേശു, അവൻ നിനക്ക് നിൻ്റെ ഭവനത്തിൽ ഇന്ന് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇന്ന് നീ വർഷങ്ങളായി ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ആർക്കും ചെയ്യുവാൻ സാധിക്കാത്ത ആ വിഷയത്തിൻ്റെ മേൽ യേശു ഇന്ന് നിൻ്റെ ഭവനത്തിൽ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷകനായ ദൈവം, ആ രക്ഷകനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഭാരങ്ങളെ നാം ഒന്ന് ഇറക്കി വെക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി അവൻ്റെ കരുതലിനെ, അവൻ്റെ സ്നേഹത്തെ, അവനിലുള്ള ആ മഹാസ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഭാരങ്ങളെ നാം വഹിച്ചുകൊണ്ട് നടക്കാതെ, അതേ മത്തായിയുടെ സുവിശേഷം 11-28-29 വാക്യം പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ, ആകയാൽ എന്നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. അതെ, നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് നാം അവൻ്റെ നുകത്തെ ഏറ്റെടുത്താൽ നമ്മുടെ ചില പ്രതിസന്ധികൾ, ചില നിരാശകളെ മാറ്റുന്ന ഒരു ദൈവിക കരുതലിനെ, ഒരു ദൈവിക സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 34:19, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതെ, നീ നീതിമാനാണോ? നിൻ്റെ ജീവിതത്തിൽ തകർത്ത് അടിക്കുന്ന വലിയ കാറ്റടിക്കുന്നത് പോലുള്ള വിഷയങ്ങൾ കടന്നു വരും. എന്നാൽ അതെ, അവയിലെല്ലാറ്റിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിമാനാണോ? നിൻ്റെ ജീവിതത്തിൽ പ്രശ്നമില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. വലിയ കൊടുങ്കാറ്റുകളും വലിയ വലിയ പേമാരികളും ഉണ്ടാകും. എന്നാൽ അതിനൊന്നും നിന്നെ തകർക്കുവാൻ സാധിക്കത്തില്ല. അതേ, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ചെയ്യുമേ, നിന്നെ ജീവനോടെ കാക്കുന്ന ഒരു ദൈവം, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. സങ്കീർത്തനം 34:5, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നീ ആ കർത്താവിലേക്കൊന്ന് നോക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ, ഒന്ന്, അവൻ നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവം. 2, നമ്മുടെ കാലടികൾ വഴുതിപ്പോകാതെ അവൻ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, അവൻ നമ്മെ കരുതുന്ന ദൈവം. 3, നീ അവങ്കിലേക്ക് നോക്കുവാൻ, നീ ആ ദൈവത്തിലേക്ക് നോക്കുവാൻ തീരുമാനമെടുത്താൽ, അവരെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നീ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നിലവിളിക്ക് അവൻ ഇന്ന് ഉത്തരം നൽകിയിരിക്കുകയാണ്. ചില കുടുംബ മണ്ഡലങ്ങളിൽ നിലവിളിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കരയുന്ന കുടുംബ ജീവിതമേ, സഹോദരി സഹോദര, നിൻ്റെ ഭവനത്തിൽ ഇന്ന് രക്ഷ വന്നിരിക്കുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും
അവരെ രക്ഷിച്ചു. നിൻ്റെ സകല കഷ്ടങ്ങളിൽ ഇന്ന് യേശു നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. നിൻ്റെ സകല രോഗങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചിരിക്കുകയാണ്. നിൻ്റെ സകല കുടുംബ തകർച്ചയിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. നിൻ്റെ എല്ലാ ബിസിനസ് തകർച്ചകളിൽ നിന്നും അവൻ നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. പുതുവാതിലുകൾ തുറന്നിരിക്കുകയാണ്. നിൻ്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള അതായത് ചില പ്രയാസത്തിൽ ഭാരപ്പെടുന്ന കുടുംബജീവിതമേ, അതിൻ്റെ മേൽ അവൻ നിന്നെ വിടുതൽ നൽകിയിരിക്കുകയാണ്. ഇന്ന് നിൻ്റെ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയുമില്ല. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗ്ഗപിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വിടുതലും അവിടുന്ന് ആശ്വാസം പകരുന്നതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.